നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം ആയി മാറുകയാണ്. കേരളം എന്നാണ് പൊതുവെ കേരളത്തിൽ ഉപയോഗിക്കാറുള്ളത്. എങ്കിലും കേരളത്തിന് പുറത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ്. അത് മാറ്റി കേരളം എന്ന് തന്നെ ഉപയോഗിക്കണം. അതാണ് ശരിയായ പ്രയോഗ രീതി. അതുകൊണ്ട് തന്നെ കേരളം എന്ന് ഔദ്യോഗികമായി എല്ലാ രേഖകളിലും ആ പേര് തന്നെ ഉപയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരള സംസ്ഥാനം ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ട് കാലം കുറയായി. നമ്മുടെ സാംസ്കാരികമായ സ്വത്വത്തെ തിരികെ പിടിക്കാനും നമ്മുടെ മാതൃഭാഷയെ തിരികെ പിടിക്കാനും അതുപോലെ തന്നെ അധിനിവേശ കാലത്ത് വിദേശ ശക്തികൾ നമ്മളറിയാതെ ഇട്ടുതന്ന പേര് മാറ്റി നമ്മുടെ സ്വന്തം സ്വത്വത്തെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പേരുമാറ്റം നടത്തുന്നത്. 2023 ആദ്യമായിട്ട് കേരള നിയമസഭ ഏകകണ്ഠേന ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തത്. അതായത് കേരളത്തിൻ്റെ പേര് കേരളം എന്ന് തന്നെ വേണം, കേരള എന്ന് പോരാ. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. അതായത് ഭരണഘടനയുടെ 3-ാം വകുപ്പിലും ഷെഡ്യൂൾ 1-ലുമൊക്കെ മാറ്റം വേണമെന്നാണ് ആ പ്രമേയത്തിലൂടെ കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ 1-ാം ഷെഡ്യൂളിൽ മാത്രം മാറ്റിയാൽ മതി എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സാങ്കേതികമായ തീരുമാനം. അത് കേരളത്തെ അറിയിക്കുകയും 2024 വീണ്ടും കേരള സംസ്ഥാന നിയമസഭ കേരളം എന്നത് മാറ്റണം സംസ്ഥാനത്തിൻ്റെ പേരെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പ്രമേയം കൂടി കേന്ദ്ര സർക്കാരിന് അയക്കുന്നു. പക്ഷേ കുറേ കാലം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ പിന്നീട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ BJP സംസ്ഥാന ഘടകത്തിൻ്റെ ആവശ്യം എന്ന നിലയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ അത് കൃത്യമായി ഭാഷാപരമായൊക്കെ ശരിയായ പ്രയോഗം വരണമെങ്കിൽ കേരളം എന്ന് തന്നെ എല്ലാ ഔദ്യോഗിക രേഖകളിലും ഉപയോഗിക്കണം എന്ന് ആവശ്യം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നു. അതിനുശേഷം ഈ ഒരു സംസ്ഥാനത്തിൻ്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നടപടിക്രമങ്ങൾക്ക് ഒരു വേഗത കൈവരുന്നു. ഇപ്പോഴിതാ ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ലിന് അംഗീകാരം ലഭിക്കുന്നു. ഇന്നത്തെ കേന്ദ്ര ക്യാബിനറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സേവാ തീർത്ത് എന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചേരുന്ന ആദ്യ കേന്ദ്ര മന്ത്രിസഭയാണ്. ആ കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബില്ലിന് അനുമതി നൽകുന്നു. ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് പാസ്സാക്കിയെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ആയിട്ടാണ് ഇത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇത്രയധികം നാൾ കേരളത്തിൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുമാറ്റം വേണം എന്ന ഒരു അഭ്യർത്ഥന എന്തുകൊണ്ടാണ് അംഗീകരിക്കപ്പെടാതെ പോയത്? തീർച്ചയായിട്ടും അതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി സ്ഥലനാമങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിന് മുന്നേയും സ്ഥലനാമങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ നടന്ന സ്ഥലനാമങ്ങളിലെ മാറ്റം, പക്ഷേ ഉദാഹരണത്തിന് ചെന്നൈ അത് മദ്രാസ് എന്നത് ചെന്നൈ ആയി മാറുന്നു, ബോംബെ എന്നത് മുംബൈ ആയി മാറുന്നു, ബംഗളൂരു ആയി മാറുന്നു ബാംഗ്ലൂർ. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും വലിയ വിവാദത്തിലേക്ക് പോയിരുന്നില്ല. പക്ഷേ 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പല ഭാഗങ്ങളിലും, ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൻ്റെ അലഹബാദ് പ്രയാഗ്രാജായി മാറുന്നു, അതേ സംസ്ഥാനത്ത് തന്നെ ഫൈസാബാദ് അയോധ്യയായി മാറുന്നു, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ഛത്രപതി ശംഭാജി നഗറായി മാറുന്നു, ഹരിയാനയിലെ ഗുഡ്ഗാവ് ഗുരുഗ്രാമായി മാറുന്നു. ഇങ്ങനെ നിരവധി നഗരങ്ങളുടെ പേരുകൾ, തെരുവുകളുടെ പേരുകൾ ഇതെല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിനാണ് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളയെ കേരളമാക്കുന്ന അതേ കാരണം തന്നെയാണ്. നമ്മുടെ സാംസ്കാരിക തനിമ തിരികെ പിടിക്കണം. നമ്മുടെ വൈദേശിക ആധിപത്യത്തിൻ കാലത്ത് അല്ലെങ്കിൽ കൊളോണിയൽ കാലത്ത് അവശേഷിക്കുന്ന ആ പേരുകൾ നീക്കം ചെയ്യണം. നമ്മൾ നമ്മുടേതായ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നു. അത് കേരളത്തിൻ്റെ പേരുമാറ്റത്തിലായാലും അലഹബാദിൻ്റെ പേരുമാറ്റത്തിലായാലും നടന്നിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ പേരുമാറ്റം നടന്നപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എടുത്ത നിലപാട്? അത് വർഗീയതയാണ് എന്നാണ്. അതായത് അവിടെ വർഗീയ ഫാസിസമാണ് പേര് മാറ്റുന്നത് എന്നാണ് നമ്മുടെ നിലപാട്. എന്നാൽ കേരളത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത് സാംസ്കാരിക തനിമ തിരിച്ചു പിടിക്കലായി. ഈ ഇരട്ടത്താപ്പ് ശരിയാണോ എന്ന ഒരു കാര്യം കൂടി പരിശോധിച്ച ശേഷമാകണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൻ്റെ പേര് കേരളം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിലാവേണ്ടത്. എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരളം എന്ന് തന്നെ ആകണം. ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എല്ലാം
നമുക്ക് തന്നിട്ട് പോയ കേരള എന്ന അധിനിവേശത്തിൻ്റെ ചിഹ്നമല്ല നാം ഇനി പേറേണ്ടത്. അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയുടെ കാര്യം വരുമ്പോൾ, അവിടെ എവിടെയെങ്കിലും പേരുമാറ്റം വരുമ്പോൾ അതിനെ നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്നത് കൂടി ഈ ഘട്ടത്തിൽ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.